പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ശനിയുടെ മീനൻ രാശിയിലേക്കുള്ള മാറ്റം, പ്രയാണം, അതെപ്രകാരം തുലാൻ രാശിക്കാർക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ്. ശനി 1200 മീനമാസം 15-ാം തീയതി, അതായത് 2025 മാർച്ച് മാസം 29-ാം തീയതി രാത്രി 9 മണിയോടുകൂടി തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ശനിയുടെ മന്ത്രമാകുന്നു നവഗ്രഹത്തിൽ നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. കേരളം വിട്ടാൽ പലപ്പോഴും നീലാഞ്ജന സമാഭാസം എന്നും ചൊല്ലാറുണ്ട്. അത് രണ്ടും ശരിയാണ്. തം നമാമി ശനൈശ്ചരം എന്ന് ചൊല്ലുന്നുമുണ്ട്, തം നമാമി ശനീശ്വരം എന്നും ചൊല്ലാറുണ്ട്. ഒക്കെ ശരിയാണ്. നീലാഞ്ജനത്തിൻ്റെ സമാനമായ ആഭയോട് കൂടിയത് നീലാഞ്ജന സമാനാഭം, അല്ലെങ്കിൽ നീലാഞ്ജനത്തിന് സമമായ ഭാഹ, ശോഭയോട് കൂടിയത് എന്ന അർത്ഥത്തിലും രണ്ട് രീതിയിലും ആ വാക്കിനെ നമുക്ക് വിഗ്രഹിക്കാം. ഏതായാലും ശനീശ്വരനാണ് നാം നമസ്കാരം പറയുന്നത്. ഓം ശം ശനീശ്വരായ നമഃ. ഇതാകുന്നു ശനിയുടെ പ്രധാനപ്പെട്ട പരമപ്രധാനമായ മന്ത്രം. എന്തിനാണ് ആ മന്ത്രം ഉച്ചരിക്കുന്നത്? അതിനുത്തരം ഇതാകുന്നു. ക്ലേശങ്ങളും മരണങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും മരണവും ലോഭമില്ലാതെ തരുന്ന ഗ്രഹമാകുന്നു ശനി. അതിനാൽ ശനിയെ നാം നമസ്കരിക്കണം, പ്രാർത്ഥിക്കണം. ഓം ശം, എനിക്ക് ശനീശ്വരൻ ശം സുഖം തരട്ടെ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. മറ്റെല്ലാ ദുഃഖങ്ങളുടെയും കാരകത്വമാണ് ശനിക്ക്. ശനി ഭൂജാതനായ ഉടൻ തന്നെ തൻ്റെ പിതാവായ സൂര്യനെ, ആദിത്യനെ നോക്കിയപ്പോൾ എത്രയോ ഉഗ്രപ്രതാപിയാണ്, തീഷ്ണരൂപനാണ് ആദിത്യൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖം പോലും പെട്ടെന്ന് കറുത്ത് കരിവാളിച്ചു പോയി. അതുകൊണ്ടാണ് ശരിക്ക് പലപ്പോഴും സ്ഥൂലദൃഷ്ടി എന്ന് നാം പറയാറുള്ളത്. വലിയ കണ്ണുകളാണ്. അപ്പോൾ ശനിയുടെ ദൃഷ്ടി കൊണ്ടാൽ പലപ്പോഴും ദോഷമുണ്ടാകും. ഇവിടെ തുലാൻ രാശിക്കാർക്ക് എപ്രകാരമാണ് ശനിയുടെ ഈ ചാരവശാലുള്ള മാറ്റം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന എന്നതാണ് നമ്മുടെ ചർച്ച. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു തുലാൻ രാശി. ഈ തുലാൻ രാശിയുടെ ചിഹ്നം തന്നെ നിങ്ങൾക്കറിയാം, അതൊരു ത്രാസാണ്. അല്ലെ, ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും തുലാൻ രാശിക്കാരുടെ പ്രത്യേകതയാണ്. ഇത് തുലാൻ രാശിക്കാർക്ക് ശനിയുടെ മാറ്റം പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ശനിയുടെ ഉച്ചക്ഷേത്രമാണ് തുലാം. ശനി എക്സാൾട്ടഡ് ഇൻ ലിബ്ര സൈൻ. ശനിയുടെ ഉച്ചരാശിയാണ്. മേടം 20-ന് ശനി അതിനീചമാണ്. മേടം ശനിയുടെ നീചരാശിയാകും. തുലാം 20 ആകട്ടെ ശനിയുടെ അത്യുച്ചരാശിയാകുന്നു. ശനി ഏറ്റവും അധികം ശക്തി തരുന്നത് തന്നെ ഉച്ചക്ഷേത്രമായ തുലാൻ രാശിയിലാണ്. വേറെ ക്ഷേത്രങ്ങളിലും ശനിക്ക് നല്ല ബലമാണ്. സ്വക്ഷേത്രങ്ങളായ മകരത്തിലും കുംഭത്തിലും നല്ല ബലമാണ്. ഉച്ചക്ഷേത്രമായ തുലാത്തിലും ശനിക്ക് വളരെ ബലമാണ്. ഇവിടെ പ്രധാനപ്പെട്ടൊരു വിഷയം നാം ചർച്ച ചെയ്യുന്നത്, തുലാൻ രാശിക്കാർക്ക് ശനി കഴിഞ്ഞ 2.5 വർഷമായി 5-ാം ഭാവത്തിലായിരുന്നു. ആ ബുദ്ധിക്കൊരു മങ്ങൽ, മൗഢ്യം, ഒന്നിനും ഉത്സാഹമില്ലായ്മ, വളരെയധികം തനിക്ക് ക്ലേശങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുക. ഒരിക്കലും മനസ്സ് സ്വസ്ഥമാവില്ല, ചഞ്ചലമായ മനസ്സ്. അതിൽ നിന്നും മാറി ശനി അതിശക്തമായ 6-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 6 പാപഗ്രഹങ്ങൾക്ക് നല്ല ഭാവമാണ്. ഉപജയ ഭാവമാകുന്നു 6-ാം ഭാവം. ത്രയാരിഷ് അസ്ലവാസോ ദീർഘായുഷേ, 3 അരി 6, പിന്നെയോ 11-ാം ഭാവം. ഈ 3 ഭാവങ്ങളും പാപഗ്രഹങ്ങൾക്ക് വളരെ നല്ല ഭാവമാകുന്നു. അതിനാൽ ശനി നന്മകൾ പ്രദാനം ചെയ്യും തുലാൻ രാശിക്കാർക്ക്, ഒരു മാറ്റവുമില്ല. പിന്നീട് ചാരവശാൽ വലിയൊരു ഗുണം വരുന്നത് എന്താണ്? കഴിഞ്ഞ 1 വർഷമായി വ്യാഴം അഷ്ടമത്തിലായിരുന്നു, 8-ാം ഭാവത്തിൽ. തത്ര അതിനീച, അങ്ങേറ്റം നീചനാസ്തനായി വീടും കുടിലും ഒക്കെ ഉപേക്ഷിച്ച് മാനസികമായി അസ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും വ്യാഴവും ചാരവശാൽ തുലാൻ രാശിക്കാർക്ക് 9-ലേക്ക് വരികയാണ്. എപ്പോഴാണ് വരുന്നത്? മെയ് 15-ാം തീയതി. അതിനാൽ ഈ 12 രാശികളിലും
ഏറ്റവും അധികം ഗുണം വരിക ഈ ശനിയുടെ മാറ്റവും വ്യാഴത്തിൻ്റെ മാറ്റവും തുലാം രാശിക്കാർക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായി ശനീശ്വരനെ പ്രാർത്ഥിക്കുക. 6-ാം ഭാവത്തിനൊരു പ്രത്യേകതയുണ്ട്. തസ്കര അരാതി വിഘ്നാതിർ വ്യാധയശ്ച തനുക്ഷതി മരണം വാ അരിശസ്ത്രേണ ചിന്തനീയം ഹി ഷഷ്ഠത. 6-ാം ഭാവം കൊണ്ട് നാം എന്തൊക്കെ ചിന്തിക്കണം? തസ്കരന്മാരെ, കള്ളന്മാരെ ചിന്തിക്കണം. അരാതി, ശത്രുവിനെ ചിന്തിക്കണം. വിഘ്നങ്ങളെ ചിന്തിക്കണം. വ്യാധികൾ, രോഗങ്ങളെ ചിന്തിക്കണം. തനുക്ഷതി, ശരീരത്തിനുണ്ടാകുന്ന ക്ഷതങ്ങളെ ചിന്തിക്കണം. മരണം വാ അരിശസ്ത്രേണ, ശത്രുവിൻ്റെ ആയുധം മൂലമുണ്ടാകുന്ന മരണം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 6-ാം ഭാവം. പക്ഷേ പാപഗ്രഹങ്ങൾ 6-ാം ഭാവത്തിൽ വന്നാൽ വളരെ നല്ലതാണ്. പക്ഷേ എന്ത് ശ്രദ്ധിക്കണം? രോഗാദി അരിഷ്ടതകൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തുലാൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞ ഒരു ഫലമുണ്ട്. ഹീനാംഗ, ഹീനം അംഗം യസ്യ സഹ. ശരീരത്തിന് ഹീനത്വം വരിക, കേടുപാടുകൾ വരിക, രോഗങ്ങൾ വരിക. രോഗം വന്ന് ശരീരത്തിൻ്റെ ശാരീരികമായ ഭാഗങ്ങൾ സർജറി ചെയ്യുക, മുറിച്ച് നീക്കപ്പെടുക, ഇതൊക്കെ തുലാൻ രാശിക്കാർക്ക് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തുലാൻ രാശിക്കാർ ശാരീരികമായി വാതരോഗ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. ശരീരത്തിന് ക്ഷതം വരും, മുറിവ് വരും, വീഴ്ച വരും. ഡിസ്ക്, നടു മുതലായ ശാരീരിക ഭാഗങ്ങളെ ശ്രദ്ധിക്കണം. കണ്ണുകളെ ശ്രദ്ധിക്കണം. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മറ്റെല്ലാ വിഷയത്തിലും തുലാൻ രാശിക്കാർക്ക് ശനി നന്മകൾ ചെയ്യും. കാരണം 6-ാം ഭാവത്തിൽ പാപഗ്രഹം, പ്രത്യേകിച്ച് ശനി വന്നാൽ അത് വ്യാഴക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. സ്വന്തം പ്രത്യേകതോ നരേന്ദ്രഭവനെ സൽപുത്ര ജായാധന, നല്ല മക്കൾ, നല്ല ഭാര്യ, നല്ല ധനം. നരേന്ദ്രഭവനെ പ്രത്യേകത, രാജഭവനത്തിൽ തനിക്ക് സീറ്റ് കിട്ടും, ഇരിപ്പിടം കിട്ടും. ജീവക്ഷേത്രഗതേ അർക്കജെ, വ്യാഴക്ഷേത്രത്തില്ല ശനിപുത്രൻ. പുരബലഗ്രാമ അഗ്രനേത, തനിക്ക് അഗ്ര നേതൃത്വം ലഭിക്കും. സമാജത്തിൽ, സമൂഹത്തിൽ തൻ്റെ വില അംഗീകരിക്കപ്പെടും തുലാൻ രാശിക്കാർക്ക്. അതിനെ സപ്പോർട്ട് ചെയ്യും 9-ാം ഭാവത്തിലെ വ്യാഴം. ഭൂമിയെടുക്കാം, വീടെടുക്കാം, ഡെവലപ്പ് ചെയ്യാം. നല്ല തൊഴിലാളികളെ കിട്ടും, അവരെ വെച്ച് നല്ല ജോലി ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വിദേശത്ത് ലേബർ സപ്ലൈ ചെയ്യുന്ന വ്യക്തിക്ക് കഴിഞ്ഞ 2 വർഷമായി ധാരാളം സാമ്പത്തിക പ്രയാസങ്ങളും തൊഴിലാളികളെ കൊണ്ട് ബുദ്ധിമുട്ടുകളുമാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാം? നല്ല തൊഴിലാളികളെ ലഭിച്ച് തൻ്റെ ലേബർ സപ്ലൈ മുന്നോട്ട് നീക്കാം. അദ്ദേഹത്തിന് ധാരാളം സാമ്പത്തികമായ ഔന്നത്യമുണ്ടാകും. ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുന്ന, മെറ്റലുമായി ബന്ധപ്പെടുന്ന, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുന്ന, സ്റ്റീലുമായി ബന്ധപ്പെടുന്ന, അലൂമിനിയം ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെടുന്ന തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഒരു യാത്രയുണ്ട്. നല്ലൊരു യാത്ര, ജോലി അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നു. ശാരീരികമായി അധ്വാനിക്കുന്നവർക്ക്, അതിന് തയ്യാറാകുന്നവർക്ക് യാത്ര, അതിലൂടെ സുഖഭോഗങ്ങൾ, സാമ്പത്തികമായ ഔന്നത്യമൊക്കെ തന്നെ നമ്മുടെ ഈ ശനി പ്രദാനം ചെയ്യുന്നതാണ്. അതിനാൽ കർമ്മമേഖലയിൽ വിദഗ്ധ തൊഴിലാളികളെ ആവശ്യമുണ്ട് എന്ന് പരസ്യം കാണും തുലാൻ രാശിക്കാർ. ശ്രദ്ധിക്കണം. കാരണം തുലാൻ രാശിക്കാർ സഞ്ചരിച്ചാണ് ലൈഫിൽ മുന്നോട്ട് നീങ്ങുക. വ്യാപാരിയാണെങ്കിലോ വാണിജ്യകർമ്മണ്യതി നൈപുണത്വം, കച്ചവടത്തിൽ നിപുണരാണവർ. പക്ഷെ പലപ്പോഴും തുലാൻ രാശിക്കാർക്കൊരു ദോഷമുണ്ട്. ബന്ധൂനാം ഉപകാരകൃത് വിരുക്ഷിത ത്യക്ത തേഹി സപ്തമേ. ആർക്കും ഉപകാരം ചെയ്താലും, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഉപകാരം ചെയ്താൽ അവസാനം തുലാൻ രാശിക്കാർ ഇവർ കുറ്റം പറയും, ദുഷിക്കും, തള്ളിപ്പറയും. അതിനാൽ വളരെയധികം അങ്ങ് കയറി എന്ത് ചെയ്യേണ്ട, സഹായ മനസ്ഥിതി വേണ്ട. അതെപ്പോഴും ശ്രദ്ധിക്കുക. തുലാൻ രാശിക്കാർ ദേവബ്രാഹ്മണ സാധു പൂജനരഥ, ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നവരാണ്. അതിനാൽ ആത്മീയമായ കാര്യങ്ങൾക്ക് അന്നദാനം ചെയ്യുക. ആ രീതിയിൽ ശനിയുടെ ഇഷ്ടസ്ഥിതി വാങ്ങിയെടുക്കാം. ചമത്കാര ചിന്താമണിയിൽ ഏറ്റവും നല്ല ഫലമാണ് ശനിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അരേർ ഭൂപദേശ് ചോരതോ ഭീതയക്കും യദീനസ്യ പുത്രേ യഥാശത്രുഭാവേ. 6-ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ എന്തിന് കള്ളനെ ഭയപ്പെടണം, എന്തിന് രാജാവിനെ ഭയപ്പെടണം? താൻ തല ഉയർത്തി നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന യുദ്ധേ ഭവേയുർ മുഖേദസ്യ യോദ്ധ. യോദ്ധാക്കൾ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയില്ല, അവരുടെ കാൽമുട്ടുകൾ വിറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര പ്രതാപമാണ് തുലാൻ രാശിക്കാർക്ക് ശനി ഉണ്ടാക്കുന്നത്. മഹിഷ്യാദി ശർമ്മ, നാൽക്കാലികളുടെ ലാഭമുണ്ടാകും. മഹിഷം പഴയകാലത്ത് പോത്ത,
ശനിയുടെ കാരകധർമ്മമാണ് എന്തൊക്കെ? ഖര, ഉഷ്ട്ര, പക്ഷി, മഹിഷി. ഖരം, ഉഷ്ട്രമൊട്ടകം, പക്ഷികൾ, നാൽക്കാലികൾ, പോത്ത് മുതലായ നാൽക്കാലികൾ. അതിനാൽ ഈ 2.5 വർഷക്കാലം 9-ൽ വ്യാഴം, 10-ൽ വ്യാഴം, 11-ൽ വ്യാഴം, ചാരവശാൽ 3 വർഷം. അതിനാൽ വ്യാപാരം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന തുലാൻ രാശിക്കാർക്ക് ധാരാളം കർമ്മം ചെയ്യും. നല്ല ഫാം ഉണ്ടെങ്കിൽ കഴുതകളെ വളർത്താം. ഇനി ഏറ്റവും വലിയ ബിസിനസ്സാണ് കഴുത വളർത്തൽ. 1 ലിറ്റർ കഴുതപ്പാലിന് 500-ന് മുകളിലാണ് വില. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് ഏറ്റവും ഉപയോഗിക്കുന്നു കഴുതപ്പാൽ. കഴുതയെ വളർത്താം. വിദേശത്തുള്ളവർക്ക്, മരുഭൂമിയിലുള്ളവർക്ക് ഒട്ടകത്തെ വളർത്താം. പക്ഷികളെ വളർത്താം. ഓർണമെൻ്റൽ പക്ഷികളെ അവർക്ക് വളർത്താം. അലങ്കാര പക്ഷികളെ വളർത്താം. അതിനെ വ്യാപാരം ചെയ്യാം. അല്ലെങ്കിൽ കോഴിക്കച്ചവടം ചെയ്യാം. ചിക്കൻ സ്റ്റാൾ നടത്താം. മഹിഷാദികൾ ഡയറി ഫാം നടത്താം. അല്ലെങ്കിൽ നല്ല പോത്തിനെ വാങ്ങി വിൽക്കാം. നല്ല ഇറച്ചിക്കട നടത്താം. എരുമയെ വളർത്താം. പാല് വിറ്റ് കാശുണ്ടാക്കാം. ഡയറി ഫാം, പശുക്കളെ വളർത്താം. ഇതൊക്കെ തുലാൻ രാശിക്കാർക്ക് നടത്താം. പക്ഷേ ആടിനെ വളർത്തുന്നത് അത്ര അഭികാമ്യമായി പറയില്ല. കാരണം തുലാൻ രാശി ഉച്ചരാശിയുടെ 7-ാം ഭാവം നീചരാശി മേടൻ രാശിയാണ്. ആ രാശിയിൽ ശനി നീചസ്ഥനാണ്. അതിനാൽ ആടുമായി ബന്ധപ്പെടുന്ന വ്യാപാരം ഈ തുലാൻ രാശിക്കാർക്ക് അഭിലഷണീയമല്ല. ഇറങ്ങിത്തിരിക്കണം. കടം വാങ്ങിയാണെങ്കിലും ഭൂമി വാങ്ങണം, വീടുണ്ടാക്കണം, ലോൺ എടുക്കണം. എല്ലാവിധ സമയവും അനുകൂലമാണ്. കാലസ്യ ആത്മാനുകൂലത്വം. കാലം അനുകൂലമാകുമ്പോഴാണ് നാം ഓരോ വിഷയങ്ങൾക്കും ഇറങ്ങേണ്ടത്, അല്ലേ? അതിന് തുലാൻ രാശിക്കാർക്ക് ദൈവത്തിൻ്റെ എല്ലാവിധ സഹായങ്ങളുമുണ്ട്. അവർ ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നു, ബഹുമാനിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള തുലാൻ രാശിക്കാരെ, നിങ്ങൾ സ്വന്തം വ്യാപാരം കരപിടിക്കുക, പച്ചപിടിക്കുക. കഴിഞ്ഞ നിശബ്ദമായി മാനസികമായി അങ്ങേറ്റം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച തൻ്റെ പ്രയാസങ്ങൾ ആരോടും പറയാൻ പറ്റാത്ത തുലാൻ രാശിക്കാർക്കിതാ സുഖം ഹി ദുഃഖാന്യ അനുഭൂയ ശോഭതേ ഘനന്തകാരി ശിവദീപദർശനം. കൂരിരുട്ടിൽ നടക്കുന്ന വ്യക്തിക്ക് ഒരു വലിയ പ്രകാശം അത് അവിടെ കാണുകയാണ്. ആ പ്രകാശമാകുന്നു തുലാൻ രാശിക്കാർക്ക് ശനിയും. ആ ശനിയോടൊപ്പം തന്നെ നല്ല ഭാവങ്ങളിലേക്ക് വരുന്ന വ്യാഴവും. എല്ലാവിധ നന്മകളും. പ്രാർത്ഥനകൾ: ഓം ശം ശനീശ്വരായ നമഃ. പരമാവധി അന്നദാനം ചെയ്യുക. സത്പാത്രേഷു ദാനം. നല്ല പാത്രങ്ങളിൽ അറിഞ്ഞ് മാത്രം ദാനം ചെയ്യണം. നല്ലവർക്ക് മാത്രം കൊടുക്കുക. അർഹരായവർക്ക് കൊടുക്കുക. അത് കൊടുത്തില്ലെങ്കിൽ എന്താവും ഫലം? ശിവൻ്റെ അനുഭവം ഉണ്ടാവും. എന്തായിരുന്നു അനുഭവം എന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഞാൻ അധ്യാപകനാണ്. ശിഷ്യനും മകനും വളരെ വിശേഷപ്പെട്ട വള്ളത്തോളിൻ്റെ കവിതയാണ്. എല്ലാ മലയാളം വിദ്യാർത്ഥികളും പഠിച്ചിട്ടുണ്ടാകും. കിട്ടിയിലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിദാനിയും ദിവ്യായുധം വല്ലതുമുണ്ട് ബാക്കി എന്നാലത് നൽകി അനുഗ്രഹിക്കാം, അല്ലേ? ഗണപതി തടയുകയാണ് പരശുരാമൻ. ശിവൻ്റെ ശിഷ്യനാണ് പരശുരാമൻ. ഗുരുവിനെ കാണണം. ഗണപതി പറഞ്ഞു പറ്റില്ല. വാക്കായി വഴക്കായി ഉടൻ തൻ്റെ കുഠാരം എടുത്ത് ഒന്ന് വീശി. ഗണപതിയുടെ തുമ്പിക്കൈ മുറിഞ്ഞുപോയി. ബഹളം കെട്ട് ഓടി വരികയാണ് പാർവതി. മുടി അഴിച്ചിട്ട പാർവതി ഭർത്താവിനോട് ജ്വലിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണിത്. മകൻ പരിക്കേറ്റ് മരിക്കിലെന്തു മഹാരഥൻ ശിഷ്യനടുക്കലില്ലേ, രാമൻ ജഗത് സത്തമനാണ് പോലും വിദ്യാർപ്പണം പാത്രമറിഞ്ഞ് വേണം. മകൻ പരിക്കേറ്റ് മരിച്ചാൽ എന്താ? നിങ്ങൾ ഉത്തമനായ ശിഷ്യനില്ലേ അടുത്ത്? രാമൻ ആരാണ്? വലിയ പോരാളിയാണ്, ജഗത്തിലെ ഏറ്റവും വലിയ ആളാണ്. പക്ഷേ വിദ്യാർപ്പണം പാത്രമറിഞ്ഞ് വേണം. വിദ്യ കൊടുക്കുമ്പോൾ നല്ല ആളുകൾക്ക് കൊടുക്കണം. ഇങ്ങനെ മൂക്കിന് ശുണ്ഠിയുള്ള ആളുകൾക്ക് വിദ്യ കൊടുത്താൽ എൻ്റെ മകനിതാ കൊല്ലപ്പെടുമായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് തുമ്പിക്കൈ പാതി വേർപെട്ട് പോയി. ഇതാണ് പാർവതി കൊടുക്കുന്ന ഉപദേശം. ആണ് തുലാൻ രാശിക്കാർ പാത്രമറിഞ്ഞ് മാത്രം ദാനം ചെയ്യുക. നന്ദി, നമസ്കാരം.